ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശ്ലീഹ നോമ്പ് 3-ാം ദിവസ ധ്യാനം. എന്നെ അനുഗമിക്കുവിൻ, ക്രിസ്തുവിൻ്റെ വിളി. പ്രിയപ്പെട്ട ക്രിസ്തുവിശ്വാസികളെ, ശ്ലീഹ നോമ്പിൻ്റെ 3-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ക്ഷണമാണ്. എന്നെ അനുഗമിക്കുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം. ഈ വചനം ശ്ലീഹന്മാരോട് പറഞ്ഞതാണെങ്കിലും ഇന്നും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ യേശുതമ്പുരാൻ്റെ ഈ വിളി മുഴങ്ങുന്നു. സാധാരണ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നവനായ ദൈവം യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് രാജാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ അല്ല. ഗലീല കടൽ തീരത്ത് വല നെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളെയും നികുതി പിരിവുകാരനെയും സാധാരണ മനുഷ്യരെയുമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യരുടെ യോഗ്യതകളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ദൈവകൃപയെ സ്വീകരിക്കുവാൻ തയ്യാറായ ഹൃദയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ന് നമ്മിൽ പലരും പറയുന്നു, ഞാൻ അയോഗ്യനാണ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ ജീവിതം പോലും അത് വലിയ അനുഗ്രഹമായി മാറും. പ്രിയ ദൈവമക്കളെ, ആ ദൈവവിളിയോടുള്ള അനുസരണം. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും യേശുതമ്പുരാന്റെ വിളി കേട്ടപ്പോൾ അവർ അവരുടെ വലകളും വഞ്ചിയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ നാളെയെക്കുറിച്ച് ചിന്തിച്ചില്ല, എല്ലാ ഉത്തരങ്ങളും അവർ അറിഞ്ഞിരുന്നതുമില്ല. പക്ഷേ ആരാണ് വിളിക്കുന്നത് എന്ന വ്യക്തമായ ഒരു ബോധം, ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ദൈവവിളി പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുവാനും വിശ്വാസത്തിൻ്റെ പുതിയ വഴികളിലേക്ക് നടക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒന്നാണ്. യഥാർത്ഥ ശിഷ്യത്വം കേൾക്കുന്നതിൽ അവസാനിക്കുന്നില്ല, അത് അനുസരണത്തിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ജീവിതത്തിലെ ദൈവിക പദ്ധതി, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് ദൈവം ഒരു പ്രത്യേക പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ശ്ലീഹന്മാർ സാധാരണ മനുഷ്യരായിരുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ കൈകളിൽ അവർ ലോകത്തെ മാറ്റിമറിച്ച സുവിശേഷ സാക്ഷികളായി മാറുകയായിരുന്നു. യേശുതമ്പുരാൻ ഇന്നും ചോദിക്കുന്നു, നീ എന്നെ അനുഗമിക്കുവാൻ തയ്യാറാണോ? നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമുക്കുള്ള സമൂഹം, എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ഒരു ദൗത്യമാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കുള്ളത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചനത്തിലെ ധ്യാന സന്ദേശം ശ്ലീഹന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: ദൈവം വിളിക്കുന്നത് യോഗ്യരെയല്ല, വിളിച്ചവരെ അവിടുന്ന് യോഗ്യന്മാരാക്കി തീർക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും അത് ദൈവത്തിന് ഒരിക്കലും ഒന്നിനും ഒരു തടസ്സമല്ല. ശ്ലീഹ നോമ്പിൻ്റെ 3-ാം ദിവസം നമുക്കും ഹൃദയം തുറന്നു പറയാം, കർത്താവേ, ഞാൻ ഇവിടെയുണ്ട്. അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ തമ്പുരാനെ എന്നെ നടത്തണമേ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ശ്ലീഹന്മാരെ വിളിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കിയതുപോലെ ഞങ്ങളെയും അവിടുന്ന് വിളിച്ച് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ സ്വരം തിരിച്ചറിയുവാനും അങ്ങയുടെ ഇഷ്ടം അനുസരിക്കുവാനും ജീവിതം മുഴുവൻ അങ്ങയെ പിന്തുടരുവാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതവും മറ്റുള്ളവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി തീരുമാറാകണമേ. ആമേൻ.